പ്രവർത്തിക്കുന്നത്. ഇതിൽ നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മുടെ ബഹുമാനപ്പെട്ട നാദാപുരം പള്ളി ആടെ വന്ന് പരിഹാരം കാണാത്ത ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല. ആർക്കും അറിയുന്ന കാര്യമല്ല. ഈ നാദാപുരം പള്ളി എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിച്ചു തരുന്ന ഒരു പള്ളിയായിരുന്നു. ഈ പള്ളിയിൽ ഈയിടെയായിട്ട് നമുക്കൊരു പ്രസംഗം കേൾക്കാനിടയായി. ഈ പരിസരത്ത് നാദാപുരം പള്ളിയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു ഇഞ്ച് സ്ഥലം മയ്യത്ത് വെക്കാനുള്ള സ്ഥലം ഇല്ലാന്നും അത് പല കബറുകളും രണ്ടാമത് ഓപ്പൺ ചെയ്തിട്ട് അതിന് വെക്കുന്ന സമയത്ത് അതിന്റെ മയ്യത്തെടുത്ത് പുറത്തിട്ടുണ്ട് നായകൾ കടിച്ചു കൊണ്ടുപോയി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പള്ളിയിൽ വെച്ചിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പള്ളി കമ്മിറ്റിക്കാർ നമ്മൾ ആരോടെങ്കിലും സ്ഥലം ഇല്ല എന്നോ മറ്റത് ഒന്നും ഇന്നത്തെ തീയതി വരെ നമ്മൾ അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ പള്ളിയിൽ കഴിഞ്ഞ 27/2/2024 ഏകദേശം 2 വർഷം മുമ്പ് എന്റെ സഹോദരന്റെ ഒരു മയ്യത്ത് ഈ തെക്ക് ഭാഗത്ത് മറവ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ തെക്ക് ഭാഗത്ത് മറവ് ചെയ്ത മയ്യത്ത് കഴിഞ്ഞ ഒരു 3-5 മാസം മുന്നേ നമുക്കത് ആ മറവ് ചെയ്ത സ്ഥലത്ത് കാണാൻ ഇടയായില്ല. ഒരാൾ വന്ന് സിയാറത്ത് ചെയ്യാൻ നോക്കും, ആ കബർ യഥാർത്ഥ സ്ഥാനത്ത് കാണുന്നില്ല. അതിന്റെ പകരം അതിന്റെ മീസാൻ കല്ല് മറ്റൊരു സ്ഥലത്ത് മാറ്റപ്പെട്ടതായിട്ട് കണ്ടപ്പോ നമ്മളത് കമ്മിറ്റീനെ അറിയിച്ചു. നമ്മളത് കടമയാണ് പള്ളി കമ്മിറ്റീനെ അറിയിക്കല്. അതൊരിക്കലും ഒരു വിരോധമോ അല്ലെ പള്ളി കമ്മിറ്റീനോടുള്ള വിദ്വേഷമൊന്നുമല്ല. ഇതൊരു ഇസ്ലാമിന്റെ നിയമമാണ്. ഒരു മയ്യത്ത് മറവ് ചെയ്ത സ്ഥലത്ത് അത് നശിക്കാതെ പുതിയ മയ്യത്ത് പച്ചയില് അതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ പള്ളി കമ്മിറ്റിക്ക് അധികാരമില്ല, ഒരു പോലീസിന് പോലും അധികാരമില്ല. നമ്മുടെ പള്ളിയിൽ സ്ഥലമില്ലെങ്കിൽ അത് വേറെ പ്രശ്നം. ഒരു കബറ് തുറക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുമാണ്. ഇതില്ലാതെ നമ്മൾ ഈ കാര്യം പള്ളി കമ്മിറ്റി അറിയിച്ചപ്പോൾ 1 മാസം കഴിയുമ്പോഴാണ് പള്ളി കമ്മിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നത് മറുപടി തന്നെ. അതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേൾക്കണം, നമ്മളിവിടെ വന്ന് പല പ്രാവശ്യം നോട്ടീസ് കൊടുക്കേണ്ട കാരണം ഉണ്ടായത് ഒരു നല്ലൊരു വാക്ക് ഈ കമ്മിറ്റിയിലുള്ള ആളുകൾ നിങ്ങൾക്ക് പ്രശ്നം പരിഹരിച്ചു തരാം അല്ല ഇന്ന് ഞങ്ങൾ കൊടുത്ത ഒരു കത്തിനൊരു മറുപടി ഒരാൾ നമ്മൾ തന്നില്ല, തന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ആ മാസം കഴിഞ്ഞ ഉടനെ പ്രൊട്ടക്ഷൻ വേണം, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, നമുക്ക് എന്താകുന്നത് നമ്മൾ ആരാധന തടസ്സപ്പെടുത്തുന്നേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം നാളെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല പരിപൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ അവരുടെ കാര്യം ചെയ്തു. എന്നാലും അതിങ്ങനെ പ്രശ്നങ്ങൾ വന്നോട്ട് നിൽക്കുമ്പോ നാദാപുരം ടീം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ ഞങ്ങൾ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ പ്രശ്നങ്ങളൊന്നും ചെയ്യരുത്, റമദാൻ മാസത്തിലേ വരുന്നത് പരിഹരിക്കാം എന്ന് നമുക്ക് നമ്മളോട് സംസാരിക്കുകയും അത് പ്രകാരം ദുബായിൽ വെച്ചിട്ട് ഈ നാദാപുരം മഹലിലുള്ള നല്ലവരായ സഹോദരന്മാരോട് ഞങ്ങളായിട്ട് ചർച്ച ചെയ്യുകയും ഇത് നമുക്ക് നോമ്പ് കഴിഞ്ഞ ഉടനെ പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അറിയിച്ചത് പ്രകാരം ഞങ്ങൾ അത് വളരെ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുകയും ഇവിടെ പിന്നീട് യാതൊരു പ്രശ്നങ്ങളോ പ്രകോപനങ്ങളോ ഞങ്ങളൊരു ചർച്ച പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. അങ്ങനെ ഈ നോമ്പ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ വീണ്ടും അവരോട് ആവശ്യമില്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഇന്നെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടോ? അവര് പറഞ്ഞ് കുറച്ച് ദിവസം കൂടി തരണം. അങ്ങനെ ആ കുറച്ച് ദിവസം കൂടി കാത്തു. അതിനുശേഷം അവര് പറഞ്ഞു ഇവിടെ ഒരു മയ്യത്തിന്റെ പ്രശ്നമില്ല, ഇവിടെ ബേക്കിന് പടിഞ്ഞാറ് വശത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലത്തിന്റെ കാര്യങ്ങളെ എന്തുള്ളൂ ഡൗട്ടുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് ഒരു പണ്ഡിതന്റെ അടുത്ത് പോയിട്ട് അതിന്റെ ഫത്വ വാങ്ങണമെന്നാ പറഞ്ഞേ. നമ്മൾ ഫത്വക്കല്ല നമ്മൾ പറഞ്ഞത്, നമ്മള് ഓൾറെഡി പറഞ്ഞത് നമ്മളെ മയ്യത്ത് ഈ കബർസ്ഥാനത്തിന്റെ കമ്മിറ്റിക്കാർ ഒന്നും ചെയ്തിട്ടില്ല, നാളെ ഇന്നത്തെ തീയതി വരെ ഒരു കബർ തുറന്നിട്ടില്ല എന്ന് പറയുന്നത്. എത്ര സഹോദരന്മാർക്ക് അറിയാം ഇവിടെ എത്ര കബർ ഇവിടെ തുറന്നിട്ടുണ്ടെന്നില്ല ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. ഈ പടിയിൽ വെച്ചിട്ട് ഒരു പണ്ഡിതൻ ഇവിടുന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇത്ര കബറുകൾ ഒരു ഇഞ്ച് സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിന്റെ ഗൗരവം അറിയണം. ഇത്രയും ഗൗരവമുള്ള ഒരു സംഭവം ഇവിടുത്തെ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന കളവല്ല, ആ ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. എന്നോട് വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത് എന്നൊന്ന് പോലും ആ പ്രസംഗത്തിലുണ്ട്. ഈ പ്രസംഗങ്ങൾ മൊത്തത്തിൽ ഫോർവേഡ് ചെയ്യണമെന്ന് ആ ഉസ്താദ് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ വിഷമങ്ങൾ കണക്കിലെടുക്കട്ടെ, നമ്മൾ മയ്യത്ത് എന്ത് ചെയ്ത് എന്നുള്ളത് നമുക്കിപ്പോ ബോധ്യമാകുന്നില്ല. അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട കമ്മിറ്റിയിലുള്ള ആളുകളോടും ബഹുമാനപ്പെട്ട നാദാപുരം പള്ളിയിലുള്ള ഖാദി ഉസ്താദിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ മയ്യത്ത് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ചെയ്തു തരണം. കമ്മിറ്റിക്കാരെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, അവർ പറയുന്നത് ഞങ്ങൾ അറിയുന്നില്ല എന്നാ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് നാദാപുരം പള്ളിയിലുള്ള കബർ എന്തായിപ്പോന്ന്. ഇപ്പൊ ഒരു സഹോദരൻ പിന്നാലായിട്ട് വന്നിട്ടുണ്ട്, അവരെ കബർ സിയാറത്ത് ചെയ്യാൻ വന്നപ്പോൾ കാണുന്നില്ല, പുതിയ മയ്യത്താ കാണുന്നത്. അങ്ങനെ പോലെ ഒരു ദിവസം വന്ന് ഒരാളെ സിയാറത്ത് ചെയ്ത് ഇതെന്താ മുന്നേ അതെന്റെ ഉമ്മാന്റെ കബറ, ഇപ്പം വെച്ചതാ മിന്നാന്ന് വെച്ചതാ, ഇതെന്താ പ്രശ്നം? അത് എന്റെ ഉപ്പാന്റെ കബറേനല്ല ഇവിടെ, നിങ്ങളെന്തോ ഇവിടെ മറവ് ചെയ്യാൻ പറഞ്ഞു. ഇല്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ആറ് മയ്യത്തിന്റെ മേലെ വെക്കുന്ന ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇതാണ് ഓര് പറഞ്ഞത്. അപ്പൊ ആ സഹോദരനും അവന്റെ ഉമ്മ
ഉപ്പാന്റെ മയ്യത്ത് കാണാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. നാദാപുരം പള്ളിയില് ഇത്ര വലിയ പോരിശാക്കപ്പെട്ട ഔലിയാക്കന്മാർ അന്തി ഉറങ്ങുന്ന ഈ നാദാപുരം പള്ളിയില് ഞങ്ങൾക്ക് അങ്ങേറ്റത്തെ വിഷമമുണ്ട്. ഇതുകൊണ്ട് കമ്മിറ്റിക്കാർ ഇതിന് വ്യക്തമായ മറുപടി കോടതിയിൽ പോയിക്കോ, അല്ലെങ്കിൽ വേറെങ്കിലും പോയിക്കോ, അല്ലെങ്കിൽ ഒരു കത്ത് കൊണ്ടുകൊടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. ഇവർ പ്രകോപനം ഉണ്ടാക്കുന്നത് ഒരു കമ്മിറ്റിക്ക് കത്ത് കൊടുക്കുമ്പോ ഞാനൊരു പ്രസിഡന്റ് ആണെങ്കിൽ എനിക്കൊരാള് കത്ത് തരുമ്പോ ഞാനെന്താ ചെയ്യണ്ടേ? ഞാനത് വാങ്ങും. എന്താ മോനെ കത്തായത്? എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന് വേണ്ട പരിഹാരം ചെയ്യാം സാറേ. അതിലൊന്ന് ഒപ്പിട്ടല്ലെങ്കിൽ നിങ്ങൾ കൈപ്പറ്റും. ഒപ്പ് ഞാനിടൂല, അത് കമ്മിറ്റീനോട് ചോദിക്കണം. ഇതല്ല, ഒരു പ്രസിഡന്റ് സെക്രട്ടറി ആയാലും അവർക്കൊരു വിലയുണ്ട്. പള്ളിയുടെ പ്രാതിക്കൊരു വിലയുണ്ട്. നമ്മളെ പള്ളിയിൽ പ്രകോപനം ഉണ്ടാക്കാൻ വരുന്ന ആളുകളല്ല. നമുക്ക് നീതി കിട്ടണം. ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ പറയാം, ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാർ ഇതിനൊരു അടിയന്തരമായ ഞങ്ങളൊരു നിയമപരമായിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പരിഹരിച്ചോ. പക്ഷെ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീതിപരമായിട്ട് കോടതിയിൽ പോയിട്ട് ഞങ്ങൾക്ക് കബറ് തുറന്ന് പരിശോധിക്കണം. നാളെ ജ്യേഷ്ഠന്റെ മയ്യത്ത് അതിലുണ്ടോ എന്ന് അറിയണം. അത് പള്ളി കമ്മിറ്റി എന്താക്കണം? പരിപൂർണമായിട്ട് ഞങ്ങളെ കൂടെ സഹകരിക്കണം. പിന്നെ ഒന്ന്, ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം, ഇത് വളരെ ഗൗരവേറിയ സ്ഥലം. നാദാപുരം പള്ളിക്ക് മറ ചെയ്യാനില്ല എന്ന് പറയുമ്പോ 1961 ആർക്കും സംശയം വേണ്ട, 1961 വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഏത് ആൾക്കാർക്കും ഇത് പരിശോധിക്കാം. 1961 657 രജിസ്ട്രേഷൻ നമ്പർ അതിൽപ്പെട്ട സ്ഥലമാണ് ഈ ബാക്കിൽ കാണുന്നത്. നമുക്ക് സ്ഥലമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി ഇവിടെ സ്ഥലം ഇല്ലെങ്കിലോ നമുക്ക് ഇനിയും സ്ഥലമുണ്ട്. എവിടെ? മുതാക്കര പള്ളിയിൽ ഒരാളെ കബർ നമ്മൾ മാന്തണ്ട. മുതാക്കര പള്ളിയിൽ 14 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടത്തേക്ക് കൊണ്ടുപോയി വെച്ചോ. ഇനി ഒരാൾ പറയുന്നത് എന്റെ ഉപ്പാന്റെ കബർ ഇവിടെ തന്നെ വെക്കണം, അങ്ങനെ വെക്കണമെന്ന് പറയുമ്പോ കമ്പനിക്കാരെന്ന് പറയുന്നത് മോനെ അവിടെ അടിയിൽ കബറുണ്ടാവും. ഇനി മാതുന്നാണെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ലേ, നിങ്ങളെ ബാധിക്കോ? ഇതാണോ പറയണ്ടേ കമ്മിറ്റി? എന്താ പറയണ്ടേ? ആടിയോ രച്ചിട്ട് ആയിരത്തോടെ പറയണം, എടാ അവിടെ കവർ ഫുള്ളാ, അവിടെ വെക്കാൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് സ്ഥലമുണ്ട്, ഇനി ഇവിടെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പിന്നെ മുതാക്കര പള്ളിയിൽ സ്ഥലമുണ്ട്, അവിടത്തേക്ക് വെക്കാം. ഉസ്താദ്മാർ ഇനി വിധി പറയണം. ഇത് നീതിയാണോ ഹറാമായ പ്രവൃത്തിയാണോ പള്ളി കമ്മിറ്റിക്കാർ ചെയ്യുന്നതെന്ന്. എന്തിനാ ആളുകളെ മയ്യത്ത് കബറിൽ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നത്? പച്ചയിൽ മാറ്റുന്ന എന്തിനാ? അതുകൊണ്ട് വേറെ ഒന്നും കൂടെ പറയാനല്ലേ, ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലം, ആ സ്ഥലത്തിന് ഈ പാറക്കതായ മാമി ഹജ്ജുമ എന്ന് പറയുന്ന അവരുടെ കുടുംബക്കാര് വഖഫ് ബോർഡിൽ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്ഥലം. അപ്പൊ വഖഫ് ബോർഡ് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങളെ സ്ഥലമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കോടതിയെ സമീപിക്കാം. ഇത് തൽക്കാലം വഖഫ് ബോർഡിന്റെ സ്ഥലമാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഒരുപാട് സഹോദരന്മാർ കൂടി വഖഫ് ബോർഡിൽ ഒരു പരാതി കൊടുത്ത്. എന്താ കൊടുത്തേ? നാദാപുരം പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വഖഫ് ബോർഡിന്റെ സ്ഥലമാണ്. അതിൽ ഞങ്ങളെ മയ്യത്ത് വെക്കാൻ അനുവദിക്കുന്നില്ല. അതിനൊരു പരിഹാരം കണ്ടുതരണം. ഉടനെ വഖഫ് ബോർഡ് ഇവരെ വിളിച്ച് കേസായി. അതിലെവരെ എഴുതി കൊടുത്തു. പള്ളി കമ്മിറ്റി, നാദാപുരം ജുമഅത്ത് പള്ളിയിലെ കമ്മിറ്റിക്കാര് എഴുതി കൊടുത്തു. എന്താ എഴുതി കൊടുത്തേ? ഞങ്ങൾക്ക് അവിടെ മയ്യത്ത് വെക്കുന്നതിൽ യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആ നിവാസികളെ ആരെ വെക്കുന്നതിൽ ഞങ്ങൾ തടസ്സപ്പെടുത്തുകയോ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ചോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒപ്പിട്ട് വാങ്ങി. ആരാ വാങ്ങിയത്? ഈ പള്ളി കമ്മിറ്റിയുള്ള 3-4 പേര്. കോടതിയിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി, ഈ രേഖയും കൊണ്ടുപോയിട്ട്. എന്നിട്ട് ജനങ്ങൾ എന്തിനാ ഇവരിങ്ങനെ പറ്റിക്കുന്നത്? ഇത് പള്ളിയുടെ അല്ല, ഇത് കുടുംബക്കാരതാണ് മറ്റേ. ഇനി അഥവാ അങ്ങനെ കുടുംബക്കാരെ സ്വത്താണെങ്കിൽ അതിന്റെ നികുതി, അതിന്റെ ആധാരം, അതിന്റെ സർവേ നമ്പർ ആരുടെ കൈവശം എന്ന് വെച്ചിട്ട് ആരെങ്കിലും മുമ്പിൽ ഇങ്ങനെ കൊണ്ടുതരട്ടെ. ഇത് ഞാളതാണ്. എന്നാ ബാക്കി ഞാൻ വഖഫ് ബോർഡിൽ ചോദിക്കും. ഇത് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് ഞങ്ങൾക്കെന്നല്ല, നമുക്ക് അധികാരപ്പെട്ട വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലമായത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലത്തിന് അനാവശ്യമായിട്ട് ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന് നമ്മുടെ മയ്യത്തിന് മാന്തിന്റെ മുകളിൽ തന്നെ മയ്യത്ത് വെക്കുന്നത് തനി ഹറാമായ പ്രവൃത്തിയാണ്. ഓരോ മയ്യത്ത് അവര് പറയുന്നത് മാന്തിക്കില്ല, അവര് തന്നെ പറയുന്നു മാന്തും മടിയിൽ കബറ് കാണുന്നുണ്ട്. അപ്പൊ മാന്തുന്നല്ലേ തെളിവ്. രണ്ടാമത് പിന്നെ ഈ സുബേര് പള്ളി സെക്രട്ടറി എന്ന് പറയുന്ന സുബേര്, ഇവിടുത്തെ ഈ പള്ളി സെക്രട്ടറിയുടെ സുബേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവിടുത്തെ ദർസ് കമ്മിറ്റിയിലുള്ള അംഗാണ്. കമ്മിറ്റിയിലുള്ള അംഗാണ് സെക്രട്ടറി പള്ളി ദർസ് കമ്മിറ്റിക്ക് ഒരു കത്ത്. ഈ നാദാപുരം പള്ളിയുടെ മുൻവശത്തുള്ള സ്ഥലം, പടിഞ്ഞാറ് വശത്തുള്ള സ്ഥലം, ഇത് പൊതുജനങ്ങളതല്ല, പള്ളിന്റെതല്ല, ഇതൊരു കുടുംബത്തിനാണ്. അതുകൊണ്ട് അതിന് മയ്യത്ത് വെക്കോ പറ്റോ എന്ന് നിങ്ങളൊന്ന് വിധി പറഞ്ഞു തരണം. ഇതേ സുബേര് പള്ളിക്ക് വഖഫ് ബോർഡ് വെക്കുന്നത് നിങ്ങൾ നാദാപുരം പള്ളിയിൽ എത്ര സ്ഥലമുണ്ട്? അതിൽ നിന്നിട്ട് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല, ഇപ്പൊ അടുത്ത് കൊണ്ടുവിട്ടതാ.
എന്നിട്ട് ഈ സെക്രട്ടറി തന്നെ ചോദിക്കുന്നത് ദർജ കമ്മിറ്റിക്കാരോട് ഈ സ്ഥലത്ത് മയ്യത്ത് വെക്കുവാൻ പറ്റുമോ? എന്നിട്ട് തുഹഫ 2 257 വിധി പ്രകാരം പറഞ്ഞ് അത് വെക്കല് ഹറാമാണ്. എന്താ ഞാൻ പറഞ്ഞ് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലം ഒരു പണ്ഡിതനിക്കും ആ വഖഫിന്റെ സമ്മതമില്ലാതെ വിധി പറയാൻ അർഹതയില്ല. കാരണം ഇത് നിങ്ങൾ കാണണം, ഈ പള്ളിയിലെ 4-5 ഉസ്താദുമാരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഒപ്പിട്ടിരിക്കുന്നത്? നമുക്കറിയണ്ടേ, നാദാപുരം പള്ളിയില് വഖഫില് രജിസ്റ്റർ ചെയ്ത സ്ഥലം ആർക്ക് വേണ്ടിയിട്ടാ? ഇങ്ങനെ സ്വകാര്യമായിട്ട് സെക്രട്ടറി കമ്മിറ്റിക്ക് ലെറ്റർ കൊടുത്തിട്ട് ഇത് സാധാരണക്കാരല്ല പരാതി കൊടുത്ത സുഖേരാണ് പള്ളി സെക്രട്ടറി. ഇതിലേതാ 5 ഉസ്താദുമാർ. നിങ്ങളൊന്ന് ചോദിക്കുക, ഈ 5 ഉസ്താദുമാർ ഇതിൽ ഒപ്പിട്ടിട്ട് പള്ളിയുടെ വഖഫ് സ്ഥലത്ത് വെക്കൽ ഹറാമാണോ ഇവര് പറയുന്നേ? ഇന്നലെ ഒരു സഹോദരൻ ചോദിച്ചു, എന്റെ ഉപ്പാന്റെ മയ്യത്ത് കാണുന്നില്ല, അങ്ങനെ എന്താ പറയുന്നേ? അത് 5 ഉസ്താദുമാർ പണ്ഡിതന്മാർ വിധി നൽകിയിട്ട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സ്ഥലം ഈ കാദി ഉസ്താദുമാർക്കുണ്ടോ വിധി പറയാനുള്ള അധികാരം? അവരോട് നേരത്തെ ചോദിച്ചപ്പോ പറഞ്ഞതാ, ഞങ്ങൾ വേറൊരു മറുപടിയെ കൊടുത്ത് ഈ ചോദ്യത്തിനുള്ള മറുപടിയല്ല. ഇതിനുള്ള ഉസ്താദുമാരോട് ചോദിക്കണം. ഇതുകൊണ്ട് ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. സഹോദരന്മാരെ, നമുക്ക് ഈ പള്ളിയിൽ വെച്ചിട്ട് എത്രയോ അധികാരമുള്ള പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്, അതുപോലെ പള്ളി കമ്മിറ്റിക്കാരുണ്ട്. നമ്മൾ ഒന്ന് ബോധ്യപ്പെടുത്തി തന്നാൽ മതി രേഖ കൊണ്ട്. അതുപോലെ തന്നെ എന്റെ സഹോദരന്റെ മയ്യത്ത്, അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു സെക്രട്ടറി എന്ന് പറയുന്നത്, അയാളെ ഉപ്പാന്റെ മയ്യത്ത് ഒരാഴ്ച മുമ്പാണ് കബർ മാറ്റപ്പെട്ടതായിട്ട് പറഞ്ഞ് പരാതി ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇതവർക്ക് ഉറപ്പ് പറയുന്നേ, ഞങ്ങൾ മാന്തിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ആളെ മയ്യത്ത് കാണണ്ടേ? മയ്യത്ത് കാണണമെങ്കിൽ എന്ത് ചെയ്യണോ? ആ കബർ തുറന്ന് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ട് കമ്മിറ്റിക്കാര് ഞങ്ങൾക്ക് ഒരു അനുമതി തരുവാനുള്ള നീതിവാര്യമായിട്ട് മുമ്പോട്ട് പോലീസിൽ കൊടുക്കുവാനും കോടതിയിൽ കൊടുക്കുവാനുള്ള എല്ലാ പെർമിഷനും തരണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാനേ നമുക്ക് വല്ല ചർച്ചയിലൂടെയും ഈ പള്ളിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പള്ളിയുടെ പുറത്ത് വെച്ചിട്ട് എവിടെയെങ്കിലും ഇത് വെച്ചിട്ട് രമ്യമായിട്ട് പരിഹരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യും. നമ്മൾ ടീം അംഗങ്ങളെ ബഹുമാനിച്ച് 1 മാസത്തിൽ പരമാവധി ഞങ്ങൾ കാത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രകോപനപരമായിട്ടുള്ള മുദ്രാവാക്യമോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ ഒന്നുമല്ല. ഇത് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും നാളെ മയ്യത്ത് വെക്കണം. ഞാൻ മരിച്ചു പോയാൽ എന്റെ മുഖം നോക്കുമ്പോൾ എന്റെ മയ്യത്ത് കണ്ടിക്കില്ല, എന്റെ മോനിക്ക് പ്രശ്നം ഉണ്ടാവും, മോനും പള്ളിക്കാർക്ക് പറ്റി അതിന്റെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് മരിച്ച കബറില് ഒരു പ്രാവശ്യം മറവ് ചെയ്ത മയ്യത്ത് അത് മുഴുവനായും ദഹിച്ച് തീരാതെ അത് തുറന്ന് മറ്റൊരു മയ്യത്ത് വെക്കൽ ഹറാമാണ് ഉസ്താദുമാറിന്റെ വിധി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ നിങ്ങളെല്ലാം കണക്കിലെടുക്കണം. എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതിന് വളരെ വിശ്വാസപൂർവ്വം ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടാനുള്ള മാർഗങ്ങളിൽ നിങ്ങളും പങ്കാളികളാണെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹ്.